Watch full episodes on Geo Hotstar. സൂബോക്സ് റേസിനെ കുറിച്ച് കുറച്ചൊന്ന് റീസർച്ച് ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ആരാണോ ഫാസ്റ്റ് ആയിട്ട് കുളിക്കുന്നത് അവര് ജയിക്കുമെന്നാ. അഭിമന്യു ആ? സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നോ? പിന്നെ സൂബോക്സ് റേസിന് ബർത്ത്ഡേ ഡ്രസ് ഇട്ടിട്ടാണോ വരേണ്ടത്? ഓയ് സോബോക്സ് റേസ് എക്സ്പെർട്ട് ടിങ്കുമായിട്ട് ചേർന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഓ, സൂപ്പ് കൊണ്ട് കുളിക്കാനല്ല, ഈ വണ്ടി ഓടിച്ച് ജയിക്കാനാണ്. അഭിമന്യു കുമാർ ചിലപ്പോൾ ഈ റേസിൽ എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. ഈ അഭിമന്യു സ്പേസ്ഷിപ്പ് ഓടിച്ചിട്ടുണ്ട്, പിന്നെയല്ല ഈ കാറ്. റേസിന് മുമ്പ് തന്നെ കാറ് ഡിസ്ട്രോയ് ആയല്ലോ. നിന്റെ മുഖത്തിലും കരി പറ്റിയല്ലോ. എന്റെ മുഖത്ത് കരി പറ്റിയെന്നോ? വേഗം പോയത് കഴുകിയിട്ട് വാ. ഇപ്പൊ കഴുകിട്ട് വരാം. ഓ നോ, നമ്മുടെ കാടിന് എന്ത് പറ്റി? നീ എന്താ വീണ്ടും ചേഞ്ച് ചെയ്ത ബർത്ത്ഡേ ഡ്രസ് ഇട്ടോ? വീണ്ടും ചേഞ്ച് എന്നോ? എന്താ നീ ടോപ്പിക് ചേഞ്ച് ചെയ്യല്ലേ? ടിങ്കു, നീ സോപ്പോക്സ് വണ്ടിയെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ? ഞാനോ? അത് ശരി, കള്ളത്തരം കാണിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കൂ അല്ലേ? കള്ളത്തരം രക്ഷപ്പെടൽ നീ എന്തൊക്കെയാ പറയുന്നേ? എനിവൈ, ന്യൂ സോപ്പോക്സ് കാർ ഞാൻ തന്നെ ഉണ്ടാക്കാം. ഞാനെന്നാ പോട്ടെ. അല്ല, ഇത്ര പെട്ടെന്ന് നീ എങ്ങോട്ടാ പോകുന്നേ? കീ വാങ്ങിക്കാൻ. കീ വാങ്ങിക്കാനോ? എഞ്ചിൻ ഇല്ലാത്ത കാറിന് എന്താ കീ ഉണ്ടോ? ഓ ഓ, കാറിന്റെ കീ അല്ല, ഹൗസ് കീ. ഗോച്ചാല ആന്റിയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി കുമാർ ഹൗസിൽ പോണം. അല്ല, ഇപ്പൊ നീ അങ്ങോട്ട് പോയിട്ട് എന്നിട്ട് ഇവിടുന്ന് വരുന്നോ? ഇതെങ്ങനെ പോസിബിളാ? ഓ എന്റെ ടിങ്കു, ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് തന്നെ വന്നത്. നീ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നേ? മാത്രമല്ല നിന്റെ ആക്സിഡന്റ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ. പിന്നെ നീ ഇപ്പൊ ഗോട്ടാലാൻഡിയുടെ വീട്ടിൽ പോയി കീ വാങ്ങിയിട്ട് കുമാർ ഹൗസിലേക്ക് പോയിരുന്നല്ലോ. ബർത്ത്ഡേ ഡ്രസ്സോ, ഗോട്ടാലാൻഡിയോ, കുമാർ ഹൗസ്, എന്തൊക്കെയാ പറയുന്ന ടിങ്കു? ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സൂബോക്സ് തകർന്നത് കണ്ട് ഇവന്റെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതായിരിക്കും. എന്നാ പിന്നെ കാണാൻ ടിങ്കു. ടിങ്കുവിന്റെ ഒരു കാര്യം. അഭിമന്യു മോനെ, നിന്നെ കിട്ടിയല്ലോ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് പറ്റില്ല അഭിമന്യു മോനെ. ആരാ മോൻ? ആരുടെ മോൻ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം? ആരാ നിങ്ങൾ? അത് ശരി, എന്നെ ഐഡന്റിഫൈ പോലും ചെയ്യുന്നില്ലേ? പക്ഷെ ഞാൻ നിന്റെ ടോക്സിലേക്ക് തീർച്ചയായും വരില്ല. ലണ്ടനിൽ കുക്കി മാഡത്തെയും നവീൻ സാറിനെ ഞാൻ എന്റെ മുഖം എങ്ങനെ കാണിക്കും? കുക്കി, നവീൻ, ഇയാൾക്ക് എന്റെ മുഴുവൻ ഫാമിലി അറിയാലോ. പക്ഷെ ലണ്ടൻ, അവിടെയല്ല അഭിമന്യു കുമാർ ഉള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം അവൻ ഇന്ത്യയിൽ എത്തിയെന്നല്ലേ? അതുകൊണ്ടാ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ അഭിമന്യു കാരണം എന്റെ ഭൂമിയിലെ ടിക്കറ്റ് കട്ടായി പോകുന്ന തോന്നുന്നേ. ടിങ്കു പറഞ്ഞത് അഭിമന്യു കുമാർ ഹൗസിലേക്ക് പോവാണെന്നല്ലേ? നവീനും കുക്കിയും സുപ്രീമോടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കുമാർ ഹൗസിലേക്ക് പോകും. എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. നീ എങ്ങും പോനില്ല. എല്ലാ പ്രശ്നങ്ങളും അഭിമന്യു ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ നാക്ക് ഉപയോഗിക്കേണ്ടി വരും. കൃത്യ ടൈമിലെ എൻട്രി ആയത്. ആരാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ വലിക്കുന്നത്? ആ പാമ്പിന്റെ കിളി എങ്ങനെയുണ്ട്? എന്തായി സംഭവിക്കുന്നത്? ഇതൊരു സ്നേക്കിനെ പോലെ ഉണ്ടല്ലോ. എന്നെ വെറുതെ വിടൂ. ഫോറിനേഴ്സിനെ ഇവൻ ഫേവറേറ്റ് ഫുഡ് ആക്കും. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ മരത്തിലേക്ക് കേറിക്കോ. അപ്പോൾ ഇനി ഞാൻ ബൈ ബൈ പറയട്ടെ. എന്നെ മരത്തെ കെട്ടിട്ട് നീ എങ്ങോട്ട് പോകുന്നു അഭിമന്യു മോനെ? ആര്യ, വലിയൊരു പ്രശ്നമുണ്ട്. എല്ലാം മനസ്സിലായി. പപ്പയും മമ്മിയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ പോലെ അവരും ഫോൺ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ സമയം തീരെ കുറവാണ്, പ്രോബ്ലം കൂടുതലും. ഹ്യൂമൻ ആയി ഇരുന്നിട്ട് കുറവ് സമയം കൊണ്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റില്ല. നമുക്ക് ഏലിയൻ ഫോമിലേക്ക് ആയേ പറ്റൂ. സോറി ആര്യ, ലെറ്റ്സ് ഗോ. ഓ, ഈ അഭിമന്യുവിന് വേണ്ടി എപ്പോഴും റൂൾസ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്തൊരു സന്തോഷം. എന്റെ പ്രിയപ്പെട്ട വീട്. എത്ര ഓർമ്മകളാണ് എനിക്ക് വീട്ടിലുള്ളത്. ഒരിക്കലും എനിക്കത് മറക്കാൻ കഴിയില്ല. ഓ നോ, ഹ്യൂമൻ അഭിമന്യു എങ്ങാനും പപ്പയും മമ്മിയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം ഓവർ. ഇപ്പൊ ഗെയിം ആരംഭിക്കാൻ പോവല്ലേ? എനിക്ക് ഏലിയൻ പവർ ഉപയോഗിക്കണം. കുമാർ ഹൗസിലേക്ക് വന്നപ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും ഓർമ്മകൾ വരുന്നു. ഐ ക്യാൻ ഫീൽ ദം ഹിയർ. മോം, ഡാഡ്, ഐ ആം കമ്മിങ്.
പണി പാളിയല്ലോ. ഇല്ലില്ല, രക്ഷപ്പെട്ടു. അവനിപ്പോൾ ലണ്ടനിലേക്ക് പോവും. ടെൻഷൻ കഴിഞ്ഞു. ഓ നോ, സുപ്രീമയുടെ കോളിന് ടൈമായി. ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട. വെൻ അഭിമന്യു is here. ഇനി ഒരു കണക്ഷനും ഇല്ല, ഒരു കോളും ഇല്ല. ശരി, പുറത്തേക്ക് പോവാം. ഇതെന്ത് സൗണ്ടാ? ആ ലണ്ടൻകാരൻ അഭിമന്യു പോയെന്നാ തോന്നുന്നു. അയ്യോ, ഹ്യൂമൻസ് പറയുന്ന പോലെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ഫൈനലി ഹ്യൂമൻ അഭിമന്യു ബാക്ക് ടു ലണ്ടൻ. അയ്യോ, സുപ്രീമോയുടെ കോള് കിട്ടുന്നില്ലല്ലോ. അഭിമന്യു, നീ റിസീവർ റീകണക്ട് ചെയ്തായിരുന്നോ? ഡിഷാന്റിന ഇന്നലെ രാത്രിയുടെ കൺഫ്യൂഷൻ കാരണം ഡിഷാന്റിന റീകണക്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ കൊടുത്തിട്ട് വരാം. അഭിമന്യു ഇസ് ബാക്ക് ഇൻ ആക്ഷൻ. ഇനി സുപ്രീമോ ആയിട്ട് വീണ്ടും കണക്ഷൻ ആവും. സുപ്രീമോയുടെ കോള് വന്നു. അഭിമന്യു സ്പേസിലോ? ആ, ഞാൻ അവനെ ഡയറക്റ്റ് സ്പേസിലേക്ക് കൊണ്ടുവന്നു. ഹ്യൂമൻ അഭിമന്യു ലണ്ടനിലേക്ക് പോയി, ഏലിയൻ അഭിമന്യു സ്പേസിലും. ഇനി നമുക്ക് കുറച്ചുനാൾ സമാധാനത്തോടെ ഇരിക്കാം. അല്ല സുപ്രീമോ, അഭിമന്യു വീണ്ടും ഭൂമിയിലേക്ക് വരില്ലേ? ഇല്ല. ഓ, ഈ സെക്യൂരിറ്റി എല്ലാം വീണ്ടും അടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരാം. കുക്കി മമ്മി, സുപ്രീമോയുടെ കോള് വന്നായിരുന്നോ? നിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഏലിയൻ റേസ് ജയിച്ചിട്ടല്ലാതെ അഭിമന്യുവിനെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു വിടുകയേയില്ല. എല്ലാവർക്കും മനസ്സിലായോ? തൽക്കാലം ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നെ ഓവർ ആൻഡ് ഔട്ട്. മമ്മി തന്നെയല്ലേ പറഞ്ഞത് സുപ്രീമോയുടെ കോൾ അറ്റൻഡ് ചെയ്യണോന്ന്? എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാര്യം എന്താന്ന് പറ. സുപ്രീമോ അഭിമന്യു കുമാറിനെ കണ്ടു. അദ്ദേഹത്തിന് തോന്നി ഏലിയൻ അഭിമന്യു ആണെന്ന്. നമ്മുടെ അഭിമന്യു ആണെന്ന് കരുതി അവനെ ഏലിയൻ റേസിൽ പങ്കെടുപ്പിക്കുക. ഹ്യൂമൻ അഭിമന്യുവിന് ഏലിയൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഏലിയൻ അഭിമന്യുവിന് ഹ്യൂമൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പ്രോബ്ലം ആയിരിക്കാം. ഒന്ന് നിർത്ത്. സത്യമായിട്ടും വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുക. നമ്മളെല്ലാം പിടിക്കപ്പെടും. റിലാക്സ്, ഒന്നും സംഭവിക്കില്ല. അഭിമന്യു ഇവിടെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കാനാ? എല്ലാ പ്രോബ്ലവും ഞാൻ തന്നെ സോൾവ് ചെയ്യുന്നേ. പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്ന അഭിമന്യു? ആദ്യം സ്പേസിൽ പോവും. എന്നിട്ട് അഭിമന്യു കുമാറിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നോക്കട്ടെ എന്നെ ആരാ തടയാൻ വരുന്നതെന്ന്. അഭിമന്യു, ഓ വന്നല്ലോ തടയാനായിട്ട്. അഭിമന്യു, എന്തെടുക്ക എവിടെ? പ്രിൻസിപ്പൽ മണി അവിടെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എടാ, ഫോൺ എടുക്കാത്തോണ്ട് നേരത്തെ തന്നെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാ. എന്നിട്ട് നീ മണി പറഞ്ഞത് മാറ്റർ ഈസ് നോട്ട് ഫണി. എന്റെ കൂടെ മര്യാദയ്ക്ക് വന്നോ. സോപ്പ് ബോക്സിൽ കിടന്ന് തെന്നേണ്ടതാ, അല്ല റൈസ് ചെയ്യേണ്ടതാ. ആര്യ, ബാക്കി കാര്യങ്ങൾ നീ നോക്കിക്കോണം. ഞാനിത് എവിടെയാ? ഇത് ഏത് സിറ്റിയിലാണ് ഞാൻ വന്നത്? ഇതെന്താ, ഞാൻ സ്പേസിലോ? വേഗം ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ ഭൂമിയിലേക്ക് എങ്ങനെ പോകും? അഭിമന്യു, നീ എഴുന്നേറ്റോ. ഞാൻ നിന്നെ ഒരു ഇമ്പോർട്ടന്റ് മിഷന് വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ വെച്ച് ഏതെങ്കിലും ഏലിയൻ എക്സ്പെരിമെന്റ് ചെയ്യാനാകും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ഏലിയൻ സ്പീസീസ് ഫൈറ്റർ ആവാനായിരിക്കും. ഓ, നീ എങ്ങോട്ടായി പോകുന്നത്? ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സ്പേസും ഇല്ലല്ലോ. എന്ത് ചെയ്യും? ഗോചാല എങ്ങളുടെ ഫ്രീസിംഗ് ഗൺ ഇത് കൊണ്ടിരിക്കെ രക്ഷപ്പെടാം. വേണ്ട. ഏലിയൻ ഫ്രീസ് ആയല്ലോ. ഫൈനലി ഈ ഗൺ വർക്ക് ചെയ്തു. ഓ, അതാണ് എർത്ത്. എനിക്ക് എങ്ങനെങ്കിലും ഈ സ്പേസ്ഷിപ്പിന്റെ എർത്തിങ്, ഐ മീൻ ലാൻഡിങ് ചെയ്യണം. ഈ സ്പേസ്ഷിപ്പിനെ എങ്ങനെ എർത്തിലേക്ക് കൊണ്ടുപോയി ലാൻഡ് ചെയ്യും? ഈ ബട്ടൺ നെക്കിയാൽ എന്താ സംഭവിക്കാൻ പോണേന്നറിയാം. എന്താ ഈ സംഭവിക്കുന്നത്? വോ, ഇത് ഓടുന്നുണ്ട്. ഇത് വീഡിയോ ഗെയിം കളിക്കുന്ന പോലാണ്. ഈ ഗെയിം ഫെയിൽ ആവാതിരുന്നാ മതിയായിരുന്നു.
കൊള്ളാം അഭിമന്യു. ഈ ഏലിയൻ ഉണർന്നല്ലോ. ഇയാൾക്ക് എന്റെ പേരും അറിയാമല്ലോ, ഹ്യൂമൻ ലാംഗ്വേജും അറിയാം. ഇത്രയും വേഗത്തിൽ പ്ലാനറ്റ് സുരാക്കയിലേക്ക് എത്തിച്ചോ? സുറാക്ക പ്ലാനറ്റോ? അപ്പൊ ഇത് എർത്ത് അല്ലേ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, പറയൂ. കാരണം നീ ഏലിയൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്ത്? ഞാൻ എർത്തിൽ സോപ്പ് ബോക്സ് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവായിരുന്നു. സോപ്പ് ബോക്സ്? ഭൂമിയിലെ ചെറിയ ചെറിയ ഗെയിം ഒക്കെ മറന്നു കളയ്. സ്പേസിലെ ഏറ്റവും വലിയ റേസിൽ പങ്കെടുക്ക്. നോ നോ, എനിക്ക് പാച്ചാവാൻ പറ്റില്ല. എനിക്ക് തിരിച്ച് എർത്തിലേക്ക് പോണം. ആ പൊക്കോളൂ. റേസിന് ശേഷം ഈ റേസിൽ നീ പങ്കെടുത്തില്ല എങ്കിൽ തിരിച്ചൊരിക്കലും ഭൂമിയിലേക്ക് പോവില്ല. ഞാൻ പെറ്റുപോയല്ലോ. എനിക്കിപ്പോ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ. വിശപ്പോ എന്ന് വെച്ചാൽ ചാർജിങ്. ഹ്യൂമൻസിന്റെ കൂടെ താമസിച്ച് അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ? പോയി ചാർജ് ചെയ്യ്. ഞാൻ പോയി റേസ് ട്രാക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ചാർജ് ചെയ്യാനോ? ഇവിടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? നെറ്റ്വർക്ക് എവിടുന്ന് കിട്ടാനാ? നന്നായി വിശക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ഭക്ഷണം എവിടുന്ന് കിട്ടും? ഏലിയൻസ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? കപ്പ് കേക്സ്. കപ്പ് കേക്സിന്റെ ഫേവറേറ്റ് ആണ്. ഇത് എർത്തിലുള്ള കപ്പ് കേക്കിനേക്കാൾ നല്ല ടേസ്റ്റി ആണല്ലോ. ഇത് എന്താ ഈ സംഭവിക്കുന്നത്? എന്റെ വയറ്റിൽ. ഓ നോ! അയ്യോ, ഇത് കപ്പ് കേക്ക് അല്ല, ഗ്യാസ് കേക്ക് ആണ്. അയ്യോ! സബാഷ് അഭിമന്യു. കണ്ടോ ഞാൻ തന്ന തൈരിന്റെ ഗുണം? തീർച്ചയായും ആന്റി തന്ന തൈര് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എല്ലാരും പോയത് നന്നായി. ഈ ടെന്റിക്കൽ റിപ്പയർ മെഷീൻ എന്റെ ടെന്റിക്കൽസിനെ വീണ്ടും കാലുകളാക്കും. നിന്നെ പിടിച്ചല്ലോ. ഏലിയൻ സ്പേസ് റേസിൽ പാർട്ടിസിപ്പൻസിന് പ്ലാനറ്റ് സുറാക്കയിൽ നിന്ന് ഒമേഗ വരെ റേസ് ചെയ്യണം. ഇടയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. അതായത് പാറക്കല്ലുകളും ഗർത്തങ്ങളും ചെറിയ ഗ്രഹങ്ങളും. ഇതൊക്കെ തീരെ ചെറുതാണെന്നോ? പിന്നെ വലുത് എന്തായിരിക്കും? എല്ലാ പാർട്ടിസിപ്പൻസിനെയും ക്യാമറമാൻ ഫോളോ ചെയ്യും. ബിഗ് സോസ്. അദ്ദേഹം എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ലൈവ് ടെലികാസ്റ്റ് സ്ക്രീനിൽ കാണാം. ഈ അഭിമന്യുനെ ഇവരെന്താ അങ്ങ് വലുതാക്കി വെച്ചിരിക്കുകയാണല്ലോ. പക്ഷെ എന്റെ പേര് ബൗൺസി എന്നാണ്. ഞാൻ ശത്രുക്കളെയെല്ലാം അടിച്ച് നിലം പരിശാക്കും. പാർട്ടിസിപ്പന്റ് സ്റ്റാർട്ട് ലൈനിലേക്ക് വരൂ. ആര് ഇന്ന് ചെയ്യാൻ പോകുന്നു അഭിമന്യുന്റെ ഒറിജിനൽ കമാൻഡ് ഈ കൈകൾ കൊണ്ട്? ആദ്യമായിട്ട് ഈ റിമോട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നേ. നിനക്ക് അഭിമന്യുവിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര്യ. ഇതാ മുകളിലേക്ക് പോയതിനു ശേഷം അഭിമന്യു മുന്നോട്ട് നീങ്ങുന്നു. കണ്ടോ? സ്മാർട്ട് മൂവ്. സ്പേസ് ആണോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതോ എനിക്കാണോ തലക്കറക്കം വരുന്നത്? ഓഹോ, ഈ റിമോട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ കണ്ണുകളെ അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടിസിപ്പൻസും പൂർണ്ണ ശക്തി എടുത്തുകൊണ്ട് റേസ് ട്രാക്കിലൂടെ പറക്കുകയാണ്. അയ്യോ! ഇത് ബൗൺസിയുടെ ബബിൾ കേക്ക്. കാതുകൾ പറക്കുന്നത് പോലെ അധീരയുടെ തലയിൽ കറങ്ങി പറക്കുകയാണ്. കൊള്ളാലോ, ഫിനിഷ് ലൈൻ. അധീര വളരെ വേഗത്തിൽ പറന്നെത്തിയത് ഫിനിഷ് ലൈനിൽ അല്ല, സ്റ്റാർട്ടിംഗ് ലൈനിൽ. ബൗൺസി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർ കത്രീനയുടെ എല്ലാ കാലുകളെയും ഇപ്പോൾ നശിപ്പിക്കും. ദാ പിടിച്ച ഒരു ബബിൾ കേക്ക്. കേടായ റിമോട്ട് ഹ്യൂമൻസ് ശരിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അഭിമന്യു ആയാലും അഭിമന്യുന്റെ ഏലിയൻ സൂട്ട് ആയാലും ആര്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല.
അഭിമന്യു ഇതാ സ്പോട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. തികച്ചും സ്മാർട്ട് സൂപ്പർ ചാർജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതും സൂപ്പർ സ്പീഡിൽ. ഇതാണ് ഏലിയൻ പവർ എന്ന് പറയുന്നത്. തന്റെ അസാമാന്യ കഴിവ് കൊണ്ട്, സൂപ്പർ സ്പീഡ് കൊണ്ട് അഭിമന്യു ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. നിനക്ക് ചെറിയ റോക്ക് തന്നെ ധാരാളം. അഭിമന്യു ഈസ് ബാക്ക്. ദാറ്റ് വിൽ റിമൈൻ ബാക്ക്. കാരണം എന്റെ പേരാണ് ബൗൺസി. ഇനി എന്റെ ഈ ടഫ് ബോൾ നിനക്ക് നല്ല പണിയായിരിക്കും തരാൻ പോകുന്നത്. ബിഗ് സോസിന്റെ കണ്ണിൽ ഇതാ മണ്ണ് വീണിരിക്കുന്നു. ട്രാൻസ്മിഷൻ നിർത്തൂ. എല്ലാവർക്കും ഒരു ഇന്റർമിഷൻ. അഭിമന്യു രക്ഷപ്പെട്ടു, പക്ഷെ ഇനിയില്ല. ബൗൺസി വെല്ലുവിളിക്കുന്നു. ഫയർ ബൗൺസ്. ട്രാൻസ്മിഷൻ എങ്ങനെ നിന്ന് പോയി? ഹ്യൂമൻ അഭിമന്യുവിനെ കാണാനേ പറ്റുന്നില്ലല്ലോ. അയ്യോ, അഭിമന്യു എൻ്റർ ചെയ്യുമ്പോൾ അതൊരു അത്ഭുതമായിരിക്കും. തോൽപ്പിക്കാൻ നോക്കിയവരെ ഇനി നിങ്ങൾ കണ്ടോളൂ. ഏ? അഭിമന്യു, താങ്ക് യു അഭിമന്യു. നീ വന്നല്ലോ. നോ സോറി, നോ താങ്ക് യു. ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എപ്പോഴും ഉണ്ടാവും. അഭിമന്യു, നീ ടൈമിന് എത്തിയില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം? മമ്മി, നിങ്ങൾ പൂർണ്ണമായും ഹ്യൂമൻ മമ്മി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഹ്യൂമൻ അഭിമന്യുവിന്റെ കാര്യം നോക്കിക്കോളാം. നീ ഏലിയൻ സ്പേസ് റേസ് നോക്കിക്കോളാം അഭിമന്യു. അഭിമന്യുവിന് മൈതാനത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. പക്ഷേ ഈ റേസ് മൈതാനത്തല്ലോ, സ്പേസിലല്ലേ. നവീൻ, സ്പേസ് റേസിൽ നിന്നും എല്ലാവരും ഔട്ടായി കഴിഞ്ഞു. ബൗൺസിയെ തോൽപ്പിക്കാൻ ആർക്കും ധൈര്യമില്ല. അഭിമന്യു, എവിടെയാണ് നീ? എന്തായിരുന്നു അത്? ഒന്ന് കണ്ടു, പിന്നെ കണ്ടില്ല. ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കട്ടെ ആരാണ് പോയതെന്ന്. ബൈ എവരിവൺ. അഭിമന്യു ബാക്ക് ഇൻ റേസ്. ഫിനിഷ് ലൈനിൽ എത്താൻ ഏത് ഷോർട്ട്കട്ടാണ് എടുക്കുന്നതെന്ന് നോക്കാം. അഭിമന്യു, ഇനി സോങ്കയുടെ അഭിമാനം നിന്റെ ടെന്റിക്കിൾസിലാണ്. ബൗൺസിയുടെ ബൗൺസ് ഒന്നും ബോൾഡ് ഔട്ട് ആയിട്ടില്ല അഭിമന്യു. നീ എത്ര ശ്രമിച്ചു നോക്കിയാലും ബൗൺസിയുടെ അടുത്തൊന്നും എത്താൻ കഴിയില്ല. ബൗൺസിയും അഭിമന്യുവും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഓ, സ്പേസിൽ ഇതാ ഒരു നാച്ചുറൽ ടെസ്റ്റ് വന്നിരിക്കുന്നു. ഡെസ്റ്റിനേഷൻ പ്ലാനറ്റ് അമാക്കയുടെ മുന്നിലേക്ക് പാറക്കൂട്ടങ്ങൾ. ഇതിനെ എങ്ങനെ അവർ മറികടക്കും? ബൗൺസിന്റെ സ്പേസിൽ ഒരു കാര്യങ്ങൾക്കും തടയാൻ പറ്റില്ല. അവനവന് വേണ്ടിയുള്ള വഴി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കും. ബൗൺസി അവന്റെ ബോൾ ബൗൺസ് പവർ കൊണ്ട് തനിക്ക് വേണ്ടി വഴി കണ്ടെത്തി. അഭിമന്യുവിന്റെ വഴികളിലും ധാരാളം കല്ലുകളുണ്ട്. അവൻ തോൽവി സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. പ്രോബ്ലംസ് എല്ലാം ഒന്നിച്ച് വന്നാലും ശരി, ഈ അഭിമന്യു യൂസ് ചെയ്യും the one and only zoom back power. സ്പീഡ് കൂട്ടിയതിനു ശേഷം പാറക്കല്ലുകളുടെ മുകളിലേക്ക് ചെല്ലുക. തെറ്റായ വഴികളിൽ നിന്ന് മാറി ടെന്റിക്കിൾസ് മടക്കുക. അഭിമന്യു പേടിച്ച് പുറകിലേക്ക് പോയല്ലോ. റേസിന്റെ അവസാന ഘട്ടത്തിൽ അഭിമന്യു ഇതാ കൊണ്ടുവന്നിരിക്കുന്നു പുതിയൊരു ടെസ്റ്റ്. സ്റ്റാർസിൽ നിന്നും നേടിയിരിക്കുന്നു ലൈറ്റ്സ്. മത്സരം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ആരായിരിക്കും ചാമ്പ്യൻ? ബൗൺസിയോ അതോ അഭിമന്യുവോ?
എന്റെ പേരാണ് ബോൺസി. ശത്രുക്കളെയെല്ലാം ഞാൻ ശരിയാക്കി കളയും. അയൺ ബ്രേക്ക് ബോൾ ബൗൺസ്. മറ്റുള്ളവരുടെ വഴിയിൽ കല്ലെറിയുന്നവൻ സ്വയം മണ്ണിലേക്ക് വന്ന് വീണിരിക്കും. ഇതൊക്കെ പറയുന്നത് ഹ്യൂമൻസ് ആണെങ്കിലും ഏലിയൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാ അഭിമന്യു വിജയിച്ചിരിക്കുന്നു. അഭിമന്യു, നീ സോങ്ക പ്ലാനറ്റിന്റെ അഭിമാനം കാത്തു. കൊള്ളാം അഭിമന്യു, കൊള്ളാം. കൺഗ്രാറ്റുലേഷൻസ് അഭിമന്യു. നീ റേസിൽ ജയിച്ചിരിക്കുന്നു. അല്ല, നമ്മൾ റേസ് ജയിച്ചു. നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ ഈ റേസ് ജയിക്കാൻ പറ്റില്ലായിരുന്നു. ഇനി വേഗം തന്നെ ഹ്യൂമൻ അഭിമന്യുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുപോകണം. സ്പേസ് റേസിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ആർക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ സ്പേസ് ഷിപ്പ് എർത്തിലേക്കാണല്ലോ പോകുന്നേ. ലാൻഡ് ചെയ്താലുടൻ ഗോത്താല അങ്കിളിനോട് പറയണം. അദ്ദേഹം പറഞ്ഞത് ശരിയാ, ഏലിയൻസ് ഉണ്ടെന്ന്. അയ്യോ, ഇതെന്താ? സ്പേസ് ഷിപ്പ് വീണ്ടും സ്പേസിലേക്ക് തിരിഞ്ഞല്ലോ. കാരണം നിന്റെ തല തിരിഞ്ഞത് കൊണ്ടാ. നീ ആ ഏലിയൻ അല്ലേ? നിന്റെ ബോഡി സ്യൂട്ട് അല്ലേ ഞാൻ ഇട്ടത്? അത് നീ ടെമ്പററി സ്യൂട്ടാണ് ഇട്ടത്. ഞങ്ങളുടെ ഏലിയൻ സീക്രട്ട് നീ ഭൂമിയിൽ ആരോടെങ്കിലും പറയാൻ നോക്കിയാൽ എന്നേക്കുമായി നിന്നെ ഈ ബോഡി സൂട്ടിലിട്ട് സ്പേസിൽ അടിമയാക്കി വെക്കും. മനസ്സിലായോ പറഞ്ഞത്? നോ 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 നോ, ഞാൻ ആരോടും ഒന്നും പറയില്ല. ശ്രമിച്ചു നോക്കിയാൽ നിനക്ക് ഓർമ്മ വേണം, ബിഗ് സോസിന്റെ കണ്ണ് എന്നും നിന്റെ മേലിലുണ്ടാവും. നീ ഏലിയനെ കണ്ടിട്ടുണ്ടോ? ആഴ ഈ ഏലിയൻ എങ്ങനെ ഇരിക്കും ഈ ഏലിയൻ? എനിക്ക് ഏലിയന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. സ്മാർട്ട് ബോയ്. ബൈ. ഞാൻ ഇനി ലണ്ടനിൽ ചെന്ന് കുക്കി മാഡത്തോട് നവീൻ സാറിനോട് എന്ത് പറയും? എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നത് അഭിമന്യു മോനെ? അഭിമന്യു മോൻ തിരിച്ചു വന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്. എന്നെ ഇട്ടിട്ട് നീ എവിടെ പോയി? ഓൾ ഓക്കെ അല്ലേ? ഓൾ ഓക്കെ. പക്ഷെ ഒരു കാര്യം മാത്രം, ഇന്നത്തെ ഈ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.